നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാർലമെൻറ്റിനുള്ളിൽ വെച്ച് ലോക്സഭ കൂടുമ്പോൾ കായികമായി ആക്രമിക്കാൻ രാഹുൽ ഗാന്ധിയുടെ ടീമിലുള്ള ചില ആളുകൾ തീരുമാനിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ സഹായത്തോടെ തീരുമാനിച്ചിരുന്നു എന്നുള്ള വാർത്ത ഇന്നലെ ഇന്ത്യ ലൈവ് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. പ്രിയനും നമ്മുടെ കുമാർ ചെല്ലപ്പൻ, സീനിയർ ജേർണലിസ്റ്റ് കുമാർ ചെല്ലപ്പൻ ജിയും കൂടിയാണ് സംസാരിച്ചത്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല. ആ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെയല്ല. ദേശീയ വാർത്താ ഏജൻസിയായ ANI അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദിയെ ആക്രമിക്കണം, ശാരീരികമായി പാർലമെൻറ്റിനുള്ളിൽ വെച്ച് ലോക്സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കൈകാര്യം ചെയ്യണമെന്ന് ഒരു പറ്റം MP മാർ തീരുമാനിച്ചു, രാഹുൽ ഗാന്ധിയുടെ അറിവോടെ. അതിനുവേണ്ടി അവർ ബോധപൂർവം ശ്രമങ്ങൾ നടത്തി. ഈ വിവരം സുരക്ഷാ ഏജൻസികളിൽ നിന്ന് SPGക്ക് ലഭിച്ചു. SPG അത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കൈമാറി. അതുകൊണ്ടാണ് ഓം ബിർള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മറുപടി പ്രസംഗത്തിനും മോദി ഹാജരാവേണ്ടതില്ല എന്ന് പറഞ്ഞത് എന്നാണ് ANI റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ANI എല്ലാവരും വിശ്വസിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ ഏജൻസിയാണ്. ആ വാർത്താ ഏജൻസി നിരുത്തരവാദപരമായി ഇങ്ങനൊരു വാർത്ത കൊടുക്കില്ല. കാരണം ഇതിന് തൊട്ട് മുമ്പ് പാർലമെൻറ്റിൽ നടന്നൊരു സംഭവമുണ്ട്. അതായത് കല്യാൺ ബാനർജി എന്ന് പറയുന്ന MP, തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആണ്. ഇയാൾ നേരെ പ്രധാനമന്ത്രിയുടെ സീറ്റിന് മുന്നിലേക്കെത്തി പ്രധാനമന്ത്രിയുടെ വിരൽ ചൂണ്ടി ബഹളം വെച്ചു. ഒരു ടെസ്റ്റ് ഡോസായിരുന്നു. അതായത് പ്രധാനമന്ത്രി ഇരിക്കുന്ന ഇരിപ്പിടത്തിന് അരികിൽ വരെ പ്രതിപക്ഷത്തെ MPക്ക് ക്ഷോഭത്തോടെ കടന്നു ചെല്ലാൻ പറ്റുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തി. ഓർക്കുന്നില്ലേ, മുമ്പ് രാഹുൽ ഗാന്ധി ഇതുപോലെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് കണ്ണിറുക്കി കാണിക്കുകയും ചെയ്ത ഒരു കോമാളി രംഗം ഉണ്ടായിരുന്നു. അത് ഒരു വേണമെങ്കിൽ സൗഹൃദം എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു സൗഹൃദമില്ലായ്മയായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് നേരെ, ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷയുള്ള ആളാണ് പ്രധാനമന്ത്രി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് സ്നേഹപൂർവ്വം ചെന്ന് സൗഹൃദപൂർവ്വം പാർലമെൻറ്റിലെ അംഗങ്ങൾക്ക് സംസാരിക്കുക. കാരണം അദ്ദേഹവും പാർലമെൻറ്റിലെ അംഗമാണ്. പാർലമെൻറ്റ് അംഗങ്ങൾക്കെല്ലാം പ്രതിപക്ഷവും ഭരണപക്ഷം വ്യത്യാസമില്ലാതെ പ്രധാനമന്ത്രി എല്ലാവരും ഇടപെടുകയോ എല്ലാവരുടെ ലോഹ്യം പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഒരു സംഘർഷം മനഃപൂർവ്വം ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തൊരു പുസ്തകത്തിൻ്റെ പേരിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ വളച്ചൊടിച്ചൊരു പ്രശ്നമുണ്ടാക്കി ഒരു സംഘർഷം ഉണ്ടാക്കുന്നു. ഓർക്കുന്നില്ലേ, കേന്ദ്ര റെയിൽവേ സഹമന്ത്രി നടന്നുപോയപ്പോൾ പാർലമെൻറ്റിൻ്റെ പുറത്ത് നിന്നിട്ട് രാഹുൽ ഗാന്ധി ചതിയൻ പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയാമോ? അങ്ങനെയൊക്കെ പറഞ്ഞത് ഇവരുടെ രോക്ഷം കാണിക്കുകയാണ്. പാർലമെൻറ്റിനുള്ളിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആക്രമിച്ചാൽ എന്ത് സംഭവിക്കും? പ്രധാനമന്ത്രിയെ ഒരു കയ്യേറ്റം ഉണ്ടായാൽ പാർലമെൻറ്റിലെ മറ്റംഗങ്ങളെല്ലാം കൂടി, ഈ ഭരണപക്ഷത്തുള്ള മറ്റംഗങ്ങളെല്ലാം കൂടെ ആ ആളെ കൈകാര്യം ചെയ്യും. അതും മാത്രമല്ല, അത് പുറത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? വലിയ കലാപം ഉണ്ടാവും. ഈ പറഞ്ഞ പ്രധാനമന്ത്രിയെ ആക്രമിച്ച MP മാരുടെ മണ്ഡലങ്ങളിലെങ്കിലും വലിയ കലാപം ഉണ്ടാവും. അപ്പോൾ രാജ്യത്ത് എന്തെങ്കിലും ഒരു തരത്തിൽ വലിയ കലാപം ഉണ്ടാക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ ടീം കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്നും നടക്കുന്നില്ല. ബംഗ്ലാദേശിലും നേപ്പാളിലും ഒക്കെ ജൻസി കലാപങ്ങളുണ്ടായപ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും ജൻസി എന്തുകൊണ്ട് തെരുവിലിറങ്ങുന്നില്ല, മോദിയെ എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്ന് ചോദിച്ച ആളാണ് രാഹുൽ ഗാന്ധി. എന്നിട്ട് ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ, ഇന്ത്യൻ സർക്കാരിനെതിരെയല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിനെതിരെ ആണ് എൻ്റെ യുദ്ധം എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ ഇന്ത്യയെ എല്ലാ തരത്തിലും അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഇയാൾ നടത്തിയിരിക്കുന്ന അവസാനത്തെ നാടകങ്ങളൊന്നാണ് പ്രധാനമന്ത്രിയെ പാർലമെൻറ്റിനുള്ളിൽ വെച്ച് ആക്രമിക്കുക എന്നുള്ളത്. സാധാരണ ഈ ഹമാസ് ഭീകരന്മാരൊക്കെ ചെയ്യുന്ന പോലെ ഫ്രണ്ടിൽ സ്ത്രീകളെയും കുട്ടികളെയും നിർത്തും, എന്നിട്ട് അതിൻ്റെ പിന്നിൽ നിന്ന് തീവ്രവാദി ആക്രമണം നടത്തും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? പട്ടാളം വെടിവെക്കുമ്പോൾ ആദ്യം വെടികൊള്ളുന്ന ആർക്കാണ്? സ്ത്രീകൾക്കാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മറുപടി പറയാൻ പ്രധാനമന്ത്രി വരുമ്പോൾ ഒരു പറ്റം സ്ത്രീകൾ, വനിതാ MP മാരെ മുന്നിൽ നിർത്തുക. അവരെ മുന്നിൽ നിർത്തി പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് അടുത്തേക്ക് ആ വനിതാ MP മാരെ ഒരു കവചം പോലെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുക. അതിൻ്റെ പിന്നാലെ നിശ്ചയിക്കപ്പെട്ട കല്യാൺ ബാനർജിയെ പോലെയുള്ള ഗുണ്ടായിസം കൈമുതലാക്കിയിട്ടുള്ള ഒരു പറ്റം കോൺഗ്രസ്, തൃണമൂൽ MP മാരെ അണിനിരത്തി ഒരടിയെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പാർലമെൻറ്റിനുള്ളിൽ വെച്ച് കൊടുക്കണമെന്ന് ഇവർ തീരുമാനിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. നമ്മുടെ മാധ്യമങ്ങൾ ഇതൊക്കെ മുക്കി. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത് വാർത്തയല്ല. പക്ഷേ കേരളത്തിന് പുറത്തുള്ള നോർത്ത് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളിലും ഇത് വലിയ വാർത്തയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പാർലമെൻറ്റിനകത്ത് വെച്ച് കായികമായി നേരിടാൻ
നമുക്ക് വെർബലി അറ്റാക്ക് ചെയ്യാം, ആക്ഷേപങ്ങൾ പറയാം, അല്ലേ? പക്ഷേ ശാരീരികമായി ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ജനാധിപത്യപരമായി അംഗീകരിക്കാൻ കഴിയാത്തതാണ്. രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. രാജ്യത്തെ പ്രധാനമന്ത്രി യുടെ പദവിയിലേക്ക് ഒരു ചായ വിറ്റ് നടന്ന ഒരു സാധാരണക്കാരൻ, ഡൂൺ സ്കൂളുകളിൽ പഠിക്കാത്ത, ഉന്നത കുല ജാതനല്ലാത്ത ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നതിൻ്റെ പേരിലുള്ള അസഹിഷ്ണുത കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞിട്ടും തനിക്ക് അർഹതപ്പെട്ട, തനിക്കായി പതിച്ചു വച്ചിരിക്കുന്ന ദിവ്യഗർഭത്തിൽ പിറന്ന ആളായതുകൊണ്ട് തനിക്ക് പൈതൃകമായി അവകാശപ്പെട്ട ഇരിപ്പിടത്തിൽ ഇരിക്കാൻ കഴിയാത്ത ഒരാളുടെ അപകർഷതാബോധം അല്ലെങ്കിൽ നിരാശയിൽ നിന്നുണ്ടാവുന്ന തീരുമാനങ്ങളാണ് ഇതൊക്കെ. മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ ജനങ്ങളോട് മുഴുവൻ വെറുപ്പാണ്. കാരണം എന്തറിയോ, ഇന്ത്യയിലെ ജനങ്ങൾ അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളോട് വെറുപ്പാണ്. ആ ജനങ്ങൾ താമസിക്കുന്ന ഈ രാജ്യത്തോട് വെറുപ്പാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ, ഈ രാജ്യത്തിന് എനിക്ക് സ്വത്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വീടിന് തീ വെക്കും എന്ന് പറയുന്നത് പോലെ, എനിക്ക് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാകാൻ കഴിയുന്നില്ലെങ്കിൽ ഈ രാജ്യം ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ പാർലമെൻറ്റിൽ നടന്നത്. സ്പീക്കർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. സ്പീക്കർ പറഞ്ഞു, അവിടെ അസാധാരണമായ ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് പ്രധാനമന്ത്രി നയപ്രഖ്യാപന സമ്മേളനത്തിന് നന്ദി പറയാൻ വരേണ്ട എന്ന് താൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞിരിക്കുന്ന പാർലമെൻറ്റിൻ്റെ സ്പീക്കറാണ്. അപ്പോൾ അത് അതീവ ഗൗരവമുള്ള കാര്യമാണ്, വെറുതെ ബ്ലാ പറയുന്നതല്ല. അപ്പോൾ സ്പീക്കർക്ക് ചില വിവരങ്ങൾ കിട്ടി, ഇൻപുട്സ് കിട്ടി. എവിടെ നിന്ന് കിട്ടി? സുരക്ഷാ ഏജൻസികളുടെ പക്കൽ നിന്ന്. പ്രധാനമന്ത്രി പാർലമെൻറ്റിനകത്താണ് ഇരിക്കുന്നതെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സുരക്ഷാ ഏജൻസികൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, വിവരങ്ങൾ ഗാദർ ചെയ്യുന്നുണ്ട്, അത് അറിയിക്കേണ്ടവരെ അറിയിക്കുന്നുണ്ട്. SPGയും പ്രധാനമന്ത്രി പോവരുത് എന്ന് ലോക്സഭാ സ്പീക്കറെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ ANA റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതീവ ഗുരുതരമായൊരു സാഹചര്യമാണ്. പാർലമെൻറ്റിൽ ഒരിക്കലും ഇങ്ങനെ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയെ ആക്രമിക്കാനുള്ള നീക്കം ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ കാലത്ത് അത്തരമൊരു ഓപ്പറേഷൻ കൂടി നടന്നു എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കുന്നത്. 1974 ഒരു സംഭവം ഉണ്ടായി. 1974 പാർലമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുക. അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ പാർലമെൻറ്റിലെ ഈ സന്ദർശക ഗ്യാലറിയിൽ നിന്ന് ഒരാൾ, അയാളുടെ പേര് രത്തൻ ചന്ദ്ര പാണ്ഡെ എന്നാണ്. രത്തൻ ചന്ദ്ര പാണ്ഡെ പാർലമെൻറ്റിനകത്തേക്ക് ചാടി, തോക്കുമായിട്ട് ചാടി. അപ്പോൾ അന്ന് വലിയ പരിശോധനയൊന്നും കൂടാതെ ആളുകളെ പാർലമെൻറ്റിലേക്ക് കയറ്റിയിരുന്നു എന്നത് സംശയിക്കേണ്ടി വരും. ഏതായാലും തോക്കുമായിട്ട് രത്തൻ ചന്ദ്ര പാണ്ഡെ പാർലമെൻറ്റിനകത്തേക്ക് ചാടി. മറ്റുള്ളവരെല്ലാം പിടികൂടി. അയാൾ ആരെ വെടിവെക്കാം, ഇന്ദിരാഗാന്ധിയെ ഉന്നം വെച്ച് വന്നാണോ എന്നറിയില്ല. പക്ഷേ അയാൾ പാർലമെൻറ്റ് അംഗമായിരുന്നില്ല. സന്ദർശകരായിട്ട് സന്ദർശക പാസ് എടുത്ത് സന്ദർശക ഗ്യാലറിയിൽ ഇരുന്ന ആളാണ് ചെയ്തത്. 2023 സംഭവം ഉണ്ട്, ഓർക്കുന്നില്ല? 2023 പാർലമെൻറ്റിനകത്തേക്ക് ഈ പുകക്കുറ്റികൾ, പല നിറത്തിലുള്ള പുകക്കുറ്റികൾ വലിച്ചെറിഞ്ഞു. പക്ഷേ ആ കേസിൽ അതൊരു ഭീകരാക്രമണത്തിന് തുല്യമായി കണക്കാക്കേണ്ടതാണ്. പക്ഷേ സുപ്രീം കോടതി ആ പ്രതികൾക്കൊക്കെ പുകക്കുറ്റിയല്ലേ, പല നിറത്തിലുള്ള പുകയല്ലേ വന്നത്, കുഴപ്പമില്ലാന്ന് പറഞ്ഞ് സുപ്രീം കോടതി ജാമ്യം കൊടുക്കുന്ന സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ടായി. ഏതായാലും നിർഭാഗ്യകരമായ കാര്യമാണ്. ഇത് ഫെബ്രുവരി 5-ാം തീയതിയാണ് നടന്നത്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പാർലമെൻറ്റിൽ വെച്ച് കൈകാര്യം ചെയ്യാൻ, അതുവഴി രാജ്യത്ത് വലിയ കലാപം ഉണ്ടാക്കാൻ കോൺഗ്രസ് പാർട്ടി നടത്തിയ ഒരു ഗൂഢാലോചനയും ശ്രമത്തെക്കുറിച്ചുള്ള വാർത്തകൾ തമസ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ നിർഭാഗ്യകരമായ തരത്തിലേക്കാണ് രാജ്യത്തെ പ്രതിപക്ഷം പെരുമാറുന്നത്. അവർക്ക് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ആകെ ഏതാണ്ട് അദ്ദേഹം നയിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളും തോറ്റ, ഹിമാചൽ പ്രദേശും കർണാടകയും ഒഴികെ 95 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ട ആളാണ്. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ അത് സെഞ്ചുറി അടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇനി തനിക്ക് 100 തെരഞ്ഞെടുപ്പ് തോറ്റ ഒരാൾ പിന്നെയും ഒരു പാർട്ടിയെ നയിക്കുക എന്നുള്ളത് ആത്മഹത്യാപരവും ലജ്ജാകരവുമാണെന്ന് ഈ മനുഷ്യന് മനസ്സിലാവുന്നില്ല. കാരണം എന്തൊക്കെയാണ്? കാരണം നമ്മൾ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ച കഷ്ടിച്ചാകുന്നേ ഉള്ളൂ. റിപ്പബ്ലിക് ഡേക്ക് പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ഡ്രസ് കോഡുണ്ട്. ആ ഡ്രസ് കോഡ് ധരിച്ച് വരണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പിന്നെയും ഈ മസിൽമാനെ പോലെ ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. ടീഷർട്ട് അല്ലായിരുന്നു, കുർത്തയും പൈജാമയും തന്നെയായിരുന്നു. പക്ഷേ ആ ഡ്രസ് കോഡ് പാലിച്ചില്ല, ഒരു ഷോൾ ഉണ്ടായിരുന്നു, ഡ്രസ് കോഡ് പാലിച്ചില്ല. അപ്പോൾ രാജ്യത്തെ ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന തരത്തിലാണ് ഇയാൾ പെരുമാറുന്നത്. അത് മാത്രമല്ല, വളരെ നിന്ദ്യമായ രീതിയിൽ തങ്ങളുടെ ഹിതം നടപ്പാക്കാത്ത ജനങ്ങളോടുള്ള വെല്ലുവിളി പോലെ ജനാധിപത്യ സംവിധാനങ്ങളെ ആകെ തറക്കുക. പാർലമെൻറ്റ് ഒരു മിനിറ്റ് പിരിഞ്ഞുമ്പോൾ 1 മിനിറ്റ് കൂടാൻ 2.5 ലക്ഷം രൂപയാണ് ചിലവ്. അപ്പോൾ എത്ര മണിക്കൂറാണ് ഇവർ അലമ്പുണ്ടാക്കി കളയുന്നത്? 40 മിനിറ്റ് ഇയാൾ പ്രസംഗിച്ചു, എന്നിട്ടും പറയുകയാണ് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. കാരണം ഇയാളുടെ ധാരണ ഇയാൾക്ക് മാത്രമാണ് സംസാരിക്കേണ്ടതാണ്.
ഇതിനൊക്കെ ഒത്താശ പാടുന്നത് ഇതൊന്നും ശരിയല്ല രാഹുൽ, ഇങ്ങനെയല്ല ഒരു പാർലമെൻറ്റിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളുമില്ല. കാരണം കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും അല്ലേ അപ്പുറത്തും ഇരിക്കുന്നത്. നമുക്ക് ഇവരിൽ നിന്ന് എത്രമാത്രം ജനാധിപത്യത്തെക്കുറിച്ച് പാർലമെൻ്ററി മര്യാദകളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഏതായാലും നിർഭാഗ്യകരമാണ് രാജ്യത്തെ പ്രധാനമന്ത്രിയെ പാർലമെൻറ്റിനകത്ത് വെച്ച് കായികമായി, അത്രയേ ഉള്ളൂ, ഒരടിയെങ്കിലും അയാൾക്കിട്ട് കൊടുക്കണം ഈ സഭ പിരിയും മുമ്പ് എന്ന് ഈ ദുഷ്ടനായ മനുഷ്യൻ അയാൾ തിരഞ്ഞെടുത്ത ഒരു ഗുണ്ടാ സംഘത്തിനോട് പറഞ്ഞിരുന്നു എന്ന് വിശ്വസിക്കാത്ത തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ മറുപടി നല്ല രീതിയിൽ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇവരെന്താ പറയുന്നത്, മോദി തേര ഖബർ ഖുദേഗി. കാരണം ഇത് JNUവിൽ വിളിക്കുന്ന അതേ മുദ്രാവാക്യം പ്രതിപക്ഷ നേതാവും സംഘവും വിളിക്കുകയാണ്, മോദി തേര ഖബർ ഖുദേഗി, മോദി നിൻ്റെ ശവക്കുഴി ഉണ്ടാക്കും. നോക്കൂ, രാജ്യത്തെ പ്രധാനമന്ത്രിയോട് പറയാണ് നിന്നെ കൊന്നിട്ട് കുഴിച്ചു മൂടും, അതിനുള്ള കുഴി വെട്ടുമെന്ന് പറയും. എന്തൊരു മര്യാദയാണ്! ഈ നാട്ടിൽ ഏതെങ്കിലും ചാനലുകാർ, ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ പാടില്ല. രാഹുൽ തേര ഖബർ ഖുദേഗി എന്ന് BJPക്കാർ വിളിച്ചാൽ ഇവിടെ വലിയ അന്തിച്ചു, രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്ന് BJP ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയുണ്ടാവും. പാർലമെൻറ്റിനകത്ത് വിളിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കുഴിച്ചിടാൻ ശവക്കുഴി ഉണ്ടാക്കുന്നത്. അതിന് മോദി ഇന്നലെ മറുപടി പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ വിളിക്കും, പക്ഷേ ഇന്ത്യയിലെ ജനം പറയുന്നത് എന്താണെന്ന് അറിയോ, മോദി തേര കമൽ ഖിലേഗ, മോദി നിൻ്റെ താമരകൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് ഈ രാജ്യത്തെ ജനങ്ങൾ പറയുന്നത്. എനിക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ കവചമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇത്തരം പിപ്പലാട്ടങ്ങളൊന്നും എന്നെ ബാധിക്കില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തലയുയർത്തി പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തല ഉയർത്തി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അസുര ജന്മങ്ങൾക്ക് അവർക്ക് എങ്ങനെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജീവൻ എടുക്കണം എന്ന തരത്തിലേക്ക് ഇവർ മാറിയിരിക്കുന്നു. അതാണ് പാർലമെൻറ്റിനകത്ത് വെച്ച് ഒരടിയെങ്കിലും മോദിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും എന്ന് കരുതുന്ന തരത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നത്. ഏതായാലും SPGയുടെ ഒക്കെ റിപ്പോർട്ട് അനുസരിച്ച്, ഇൻ്റലിജൻസിൻ്റെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് സ്പീക്കർ നടത്തിയ ഈ റൂളിംഗ് ഔദ്യോഗികമായിട്ട് പറഞ്ഞതല്ലേ, കാരണം പ്രധാനമന്ത്രി വരാത്തതിന് ഉത്തരവാദി ഞാനാണ്, ഇവിടെ കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തോട് വരണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കുഴപ്പം, ആരുണ്ടാക്കാൻ ശ്രമിച്ച കുഴപ്പം എന്നതിൻ്റെ ഉത്തരമാണ് ANI എന്ന് പറയുന്ന ദേശീയ വാർത്താ ഏജൻസി ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയണം അല്ലേ? അതെ. അപ്പോൾ ഇത്തരം വാർത്തകൾ പറയാൻ ഞങ്ങളൊക്കെ ഉള്ളൂ. ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു, നമ്മളിത് ചർച്ച ചെയ്തു. അപ്പോൾ അതിന് ബാക്കി വിശദാംശങ്ങൾ ഇന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇന്ത്യ ലൈവാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ലൈവിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണം അമർത്തണം.